ഒരുപാട് വിസ്മയങ്ങൾ വരാനിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശനും ഹൈക്കമാൻഡായ KC വേണുഗോപാലും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്കത് ബോധ്യം വരുന്ന തരത്തിലല്ല സംഗതികളുടെ പോക്ക്. കാരണം ഈ വിസ്മയം എന്ന് പറഞ്ഞിട്ട് ഇവർ അവതരിപ്പിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ സുരേഷ്, അച്യുതാനന്ദൻ്റെ കൂടെ നടന്ന ആള്, പിന്നെ ഈ പ്രേംകുമാർ എന്ന് പറഞ്ഞ നാടാർ എന്നുള്ള നിലയ്ക്ക് 2-3 മണ്ഡലങ്ങളിൽ കഴക്കൂട്ടംകാരനാണ്, കാട്ടാക്കടയിലോ എവിടെയെങ്കിലുമൊക്കെ നിർത്തും, കരയിലോ, അരുവിക്കര, കാട്ടാക്കട, കഴക്കൂട്ടം തുടങ്ങി എവിടെയെങ്കിലും പരിഗണിക്കാവുന്ന ഒരു നാടാരെ ഇവർ പ്രേംകുമാറിൽ കണ്ടെത്തിയിരിക്കുന്നു. അതുപോലെ ജയൻ ചേർത്തല എന്ന് പറഞ്ഞ് സിനിമയിൽ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള CPIയുടെ അവരുടെ സാംസ്കാരിക വിഭാഗമൊക്കെ കൊണ്ടു നടന്നിരുന്ന ജയൻ ചേർത്തല എന്ന് പറഞ്ഞൊരാൾ കോൺഗ്രസിൽ വരുന്നു. നമ്മൾ ഇത്തരം ആളുകളൊക്കെയാണ് കോൺഗ്രസിൽ വരുന്നതാണ് വിസ്മയം എങ്കിൽ ഈ കോൺഗ്രസ് ജയിക്കും എന്ന് പല ആളുകളും വിശ്വസിക്കുന്നത് നടക്കുമോ? രണ്ടാമത്തെ കാര്യം, മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞു മൊത്തത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഇതിൻ്റെ അകത്തൊക്കെ പടലപ്പിണക്കാണ് കോൺഗ്രസിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ ജയിക്കും. ഇങ്ങനത്തെ ഈ പ്രേംകുമാർ, സുരേഷ് ഇത്യാദികൾ വരുന്നത് കൊണ്ട് മണിശങ്കർ അയ്യർക്ക് തോന്നിയതായിരിക്കുമോ അത്? അപ്പോൾ എന്താണ് ഈ കോൺഗ്രസ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം ആളുകൾ വന്നിട്ട് കോൺഗ്രസിനെ ജയത്തിലേക്ക് നയിക്കും എന്ന് പിയേഴ്സൺ കരുതുന്നുണ്ടോ? അല്ല, കോൺഗ്രസ് എന്തിനാണ് സുരേഷ്, അതേപോലെ പ്രേംകുമാർ, പിന്നെ ജയൻ, ഇവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റുന്ന തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതും നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.